ഹലോ പെറ്റ് ലവേഴ്സ്, പെറ്റ് സിറ്റിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു പപ്പി നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അത് അവർക്ക് വരമരുന്ന് കൊടുക്കണം, അവർക്ക് വിറ്റാമിൻസ് കാര്യങ്ങൾ കൊടുക്കണം, അവർക്ക് വാക്സിനേഷൻ ചെയ്യണം, പിന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണം, അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എനിക്ക് വലപ്പാട് ഷോപ്പുണ്ട്, പെറ്റ് സിറ്റി എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഷോപ്പിൽ ഒരുപാട് കസ്റ്റമേഴ്സ്, പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് വരാറുണ്ട്. എല്ലാ പെറ്റ്സിൻ്റെ ഫുഡ്, ആക്സറീസ്, സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പപ്പീനെ പുതിയതായിട്ട് മേടിക്കുന്നവർ എല്ലാ സാധനങ്ങളും കൂടി ഇവിടെ കിട്ടുന്ന കാരണം ഇവിടേക്ക് വരാറുണ്ട്. പക്ഷെ ആർക്കും ഒരു വാക്സിനേഷൻ്റെ കാര്യങ്ങളോ ഡിവാമിങ്ങിൻ്റെ കാര്യങ്ങളോ, അതായത് ഈ പപ്പി മേടിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരാരും ഇതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അവരിപ്പോൾ ഒരു കുട്ടികൾക്ക് കളിക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു പെറ്റായിട്ടൊക്കെ ആയിരിക്കും മേടിക്കേണ്ടത്. അവർ ജസ്റ്റ് അതിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും മറ്റ് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കും. പക്ഷേ അതിൻ്റെ മെഡിസിൻസോ കാര്യങ്ങളൊന്നും അധികം ആർക്കും അറിയില്ല. അപ്പം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൻ്റെ ടൈമിങ് കാര്യങ്ങൾ എങ്ങനെയാണ്, എപ്പോഴൊക്കെ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, വാക്സിനേഷൻ്റെ കാര്യങ്ങളായാലും. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നത്. എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പപ്പീസിന് നമ്മൾ ഡിവാമിങ് ചെയ്യുന്നത് ഫസ്റ്റ് ഡോസ് നമ്മൾ 15 ദിവസം കഴിയുമ്പോഴാണ് സ്റ്റാർട്ടിങ് ചെയ്യാം. 1 കിലോ വെയിറ്റിന് 1 ml കാൽക്കുലേഷനിലാണ് കൊടുക്കുക. അത് നൈറ്റ് പകലൊക്കെ കൊടുക്കുന്നവരുണ്ട്. എൻ്റെ ഇതിൽ ഞാൻ നൈറ്റാണ് അധികം കൊടുക്കാറ്. നൈറ്റിലാണ് മെഡിസിൻ കൊടുക്കാറ്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്യാറ്. 15 ദിവസം കഴിയുമ്പോൾ കൊടുക്കുക. അത് 3 മാസം പ്രായം വരെ അത് റിപ്പീറ്റ് ചെയ്ത് 15 ദിവസം ഗ്യാപ്പിൽ കൊടുക്കണം. ഓരോ വട്ടം കൊടുക്കുമ്പോഴും അവരെ വെയിറ്റ് ചെക്ക് ചെയ്യണം. ആ വെയിറ്റിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 15 ദിവസം പ്രായമുള്ളപ്പോൾ കൊടുക്കണതാവില്ല 3-ാമത്തെ മാസം കൊടുക്കുമ്പോൾ വെയിറ്റ് മാറ്റം ഉണ്ടാവും. അത് കറക്റ്റ് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് ആ വെയിറ്റിനനുസരിച്ച് വേണം മെഡിസിൻസ് കൊടുക്കാൻ. 3 മാസത്തിന് ശേഷം മാസം വെയിറ്റ് നോക്കിയിട്ട് വേണം കൊടുക്കാൻ. 1 ഇയറിന് ശേഷം അവർക്ക് ടാബ്ലറ്റിലേക്ക് മാറാം. ടാബ്ലറ്റ് ആകുമ്പോൾ ഒരു 2 മന്ത് ഗ്യാപ്പിൽ കൊടുത്താൽ മതി. 1.5 മാസമോ 2 മാസമോ ഗ്യാപ്പിൽ കൊടുക്കാം. മരുന്നുകൾ മാർക്കറ്റ് ഇഷ്ടംപോലെ പല ബ്രാൻഡിലുണ്ട്. അത് ഏത് ബ്രാൻഡാണെങ്കിലും ഓരോ വട്ടം ഇത് ചെയ്യുമ്പോഴും ഡിവാമിങ് ചെയ്യുമ്പോഴും മരുന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള വെയിംസ് ഉണ്ട്. ഈ മെഡിസിൻസ് മാറ്റി കൊടുക്കുമ്പോൾ വെയിംസ് നല്ല രീതിയിൽ ക്ലിയർ ആവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് വാക്സിനേഷനാണ്. വാക്സിനേഷൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പപ്പിക്ക് 45 ദിവസം കഴിയുമ്പോൾ നമുക്ക് പപ്പി DP എന്ന് പറഞ്ഞാൽ പപ്പികൾക്ക് എടുക്കാനായിട്ട് 45 ദിവസം പപ്പി DP വാക്സിൻ ചെയ്യാം. 1 മന്തിനുള്ളിലായിട്ട് അതിൻ്റെ ബൂസ്റ്റർ ഡോസും ചെയ്യാം. ഈ 2 ഡോസ് 1 വർഷത്തിന് ശേഷമാണ് അതിൻ്റെ അപ്ഡേഷൻ വരുന്നത്. ഓരോ വർഷം അപ്ഡേഷൻ ഉണ്ടാവും. പിന്നെ റാബീസ് എന്ന് പറയുമ്പോൾ പേവിഷബാധ, അത് 3 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് സിംഗിൾ ഡോസാണ്. ഓരോ വർഷം കൂടുമ്പോൾ ആ ഡേറ്റിനനുസരിച്ച് അതിൻ്റെ അപ്ഡേഷൻ കൊടുക്കാം. പിന്നെ വിറ്റാമിൻസ്, മിനറൽസ്, അതായത് നമുക്ക് കാൽസ്യത്തിൻ്റെ മരുന്നും വിറ്റാമിൻ്റെ മരുന്നും കൊടുക്കണം. ഒരു പപ്പിനെ പുതുതായിട്ട് മേടിക്കുമ്പോൾ അവർക്കുള്ള ഗ്രോത്ത്, ഇപ്പോൾ അവരെ എല്ലിൻ്റെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അത് വളരെ നല്ലതാണ്. ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ഫിഷ് ഓയിൽ ഉണ്ട്, പിന്നെ ലിവർ ടോണിക് ഉണ്ട്. മെയിനായിട്ട് വരുന്നത് മൾട്ടി വിറ്റാമിൻ, അത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ കാൽസ്യം, ഇത് രണ്ടും മസ്റ്റായിട്ട് കൊടുക്കണം. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷേ ഇതിനെ പറ്റിയൊന്നും ആർക്കും അറിയില്ല. പിന്നെ മെയിനായിട്ട് ഞാനിപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ പൊതുവേ ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ്സിനെ തെരുവിൽ ഉപേക്ഷിക്കുക. ചെറിയൊരു അസുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി വല്ല പാടത്തോ തെരുവുകളിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം. നല്ല നല്ല ബ്രീഡുകളെ ഒരുപാട് പേര് ഇങ്ങനെ കളയുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ട് അവരാരും നിൽക്കാറില്ല. അതിനെ കാര്യങ്ങൾ അറിയില്ല. ചിലപ്പോൾ ട്രീറ്റ് ചെയ്തിട്ട് മാറുന്നുണ്ടാവില്ല. നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ മെയിനായിട്ട് വരുന്ന അസുഖം സ്കിൻ പ്രോബ്ലമാണ്. ഫംഗസ് കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ സ്കിന്നിന് ഭയങ്കര ഡാമേജ് ആവും, ബോഡി ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ നേരെ കൊണ്ടുപോയി കളയല്ലാണ്ട് അവർക്ക് വരുന്നത്. പക്ഷേ ഇതിന് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ നല്ല രീതിയിലുള്ള സപ്ലിമെൻറ്റ്സും വിറ്റാമിൻസും വാക്സിനേഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പപ്പീനെ എപ്പോഴും മേടിക്കുമ്പോൾ ആ പപ്പി നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതും കൂടി നോക്കിയിട്ട് പപ്പീനെ എടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായാലും വീട്ടിലേക്കായാലും ജസ്റ്റ് ഇപ്പോൾ ഒരു ടോയ് ഷോപ്പിൽ പോയിട്ട് ടോയ്സ് മേടിച്ച് കൊടുക്കുന്ന പോലെ ഒരു നായ്ക്കുട്ടീനെ മേടിച്ച് കൊടുക്കാതിരിക്കുക. എന്ന് വെച്ചാൽ അതും ഒരു ജീവനാണ്. അവർക്ക് അവരുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ പുതുതായി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളാണ് അവരുടെ ലോകം. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് അവരുടെ മരുന്നുകളും കാര്യങ്ങളും വാക്സിനേഷനും ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ രീതിയിലുള്ള അസുഖങ്ങളൊന്നും ഒരു പരിധി വരെ വരാതിരിക്കാൻ നമുക്ക് പറ്റും. അത് നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും.
ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും നേരെ കൊണ്ടുപോയി കളയാതെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കെയർ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പപ്പിക്ക് ഒരു 6 മാസം വരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡോഗ് ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാം. 6 മാസത്തിന് ശേഷം പതുക്കെ അത് ഹോംലി ഫുഡിലേക്ക് മാറ്റുന്നത്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എല്ലാവരും അങ്ങനെയല്ല. കറക്റ്റായിട്ട് ഡ്രൈ ഫുഡ് മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. വീട്ടിലെ ഫുഡ് നല്ലതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീട്ടിലെ ഹോംലി ഫുഡാണ് നല്ലത്. പക്ഷെ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഉപ്പ്, മധുരം അങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. മസാലകൾ, ഗരം മസാല ഐറ്റംസ്, ഈ മിളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതൊന്നും അവരുടെ ശരീരത്തിന് നല്ലതല്ല. പ്രത്യേകിച്ച് ഷുഗർ. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന ഒരു ഡോഗ് ആണെങ്കിൽ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ ഐസ്ക്രീം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അവരത് പപ്പിക്ക് കൊടുക്കും. അത് വളരെ ഡേഞ്ചറാണ്, ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.